ക്രിസ്ത്യാനോ റൊണാൾഡോ വേഴ്സസ് ലിയണൽ മെസ്സി, ഈ ഒരു ഡിബേറ്റ് ആരാണ് ബെറ്റർ പ്ലെയർ എന്ന് ചോദിക്കുമ്പോൾ നിലവിൽ അധികം എല്ലാ മെസ്സി ഫാൻസും പറയുന്ന സംഭവം വേൾഡ് കപ്പിനെ പറ്റി പറയും. അപ്പൊ റൊണാൾഡോ ഫാൻസിന്റെ എന്താ തൊള്ള കൂടും. അപ്പൊ റൊണാൾഡോ ഫാൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന സംഭവമാണ്, അപ്പൊ പുഷ്കാസ് അവാർഡ് മെസ്സി നേടിയിട്ടില്ലല്ലോ എന്നുള്ള കാര്യം. അപ്പൊ കുറച്ച് മെസ്സി ഫാൻസ് ഒക്കെ ഓക്കെ, മെസ്സി പുഷ്കാസ് നേടിയിട്ടില്ല. പക്ഷെ പുഷ്കാസ് അവാർഡിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നോമിനേറ്റ് ചെയ്യപ്പെട്ട പ്ലെയർ ആരാണെന്ന് അറിയോ? അത് സാക്ഷാൽ ലിയണൽ മെസ്സിയാണ്. ലിയണൽ മെസ്സി 7 തവണയാണ് പുഷ്കാസ് അവാർഡിന് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷെ അതിലൊരു വട്ടം പോലും വിജയിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് അതിന്റെ ഒരു ബാക്കി പത്രം. ഇതിൽ നോക്കുകയാണെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ 2 വട്ടമാണ് പുഷ്കാസിന് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിലൊരു വട്ടം 2008 ആ ഒരു പോർട്ടോക്കെതിരെ നേടിയ ഗോളിന് പുള്ളിക്കാരൻ ആ ഒരു അവാർഡ് നേടി. പിന്നെ യുവന്റസിനെതിരായിട്ടുള്ള ഒരു ഗോളായിരുന്നു. പക്ഷെ അതിന് ആ ഒരു സമയത്ത് സലാഹിനായിരുന്നു ആ ഒരു അവാർഡ് കൊടുത്തത്. പക്ഷെ അത് എന്റെ അഭിപ്രായത്തിൽ പൂർണ്ണമായിട്ടും തെറ്റായ തീരുമാനമായിരുന്നു. പിന്നെ സ്ലാട്ടൻ ഇബ്രാഹിമോവിച്ച് 4 തവണ നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിലൊരു തവണ പുള്ളിക്കാരന് ആ ഒരു സംഭവം ഒരു പുഷ്കാസ് അവാർഡ് വിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നെയ്മർ ജൂനിയർ ആണ് 5 തവണ നെയ്മർ നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിലൊരു തവണ നെയ്മർ വിൻ ചെയ്തിട്ടുണ്ട്. അത് 2012 ഫ്ലമിംഗോക്കെതിരെ അടിച്ച ഒരു സോളോ ഗോള്. ഇത് പിന്നുള്ളത് ലിയണൽ മെസ്സി 7 തവണ നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഒരു തവണ പോലും പുഷ്കാസിൽ വിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2010 മെസ്സി വലൻസിയക്കെതിരെ അടിച്ചൊരു ഗോള് അത് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ടോപ്പ് 3 ഇറക്കം വന്നില്ല. പിന്നെ 2011 മെസ്സി ആഴ്സണലിനെതിരെ അടിച്ചൊരു ഗോള് പുഷ്കാസിന്റെ ബെസ്റ്റ് സെക്കൻഡ് ആയിട്ടാണ് അത് വന്നത്. 2012 മെസ്സിന്റെ ഗോള് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. മെസ്സി അർജന്റീന വേഴ്സസ് ബ്രസീൽ മത്സരത്തിൽ നേടിയൊരു ഗോള്. പിന്നെ 2015 മെസ്സിയുടെ ഗോള് സെക്കൻഡ് ആയിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടു. അത്ലറ്റിക്കോ ക്ലബ്ബ് ബിൽബാവോക്കെതിരെ അടിച്ചൊരു ഗോള്. പിന്നെ 2016 മെസ്സി USA-ക്കെതിരെ അടിച്ച ഒരു ഫ്രീ കിക്ക് അതും നോമിനേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എവിടെ എത്താതെ പോയി. 2018 മെസ്സി നൈജീരിയക്കെതിരെ അടിച്ച ഗോളും ആ ഒരു പുഷ്കാസ് അവാർഡിന്റെ നോമിനേഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. അതും എവിടെ എത്തിയില്ല. 2019 മെസ്സി റിയൽ ബെറ്റീസിനെതിരെ നേടിയൊരു ഗോള് അതും സെക്കൻഡ് ആയിട്ട് പോയി. അപ്പൊ നോക്കുകയാണെങ്കിൽ 7 തവണ വന്നപ്പോൾ അതിൽ 3 തവണ മെസ്സിന്റെ സെക്കൻഡ് ആയിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. പക്ഷെ മെസ്സിന്റെ ഒരു അങ്കർ മെസ്സി ഗോൾ പക്ഷെ ആ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ഗോൾ ഇൻ ഫുട്ബോൾ ഹിസ്റ്ററി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഗോൾ. ബട്ട് ആ ഒരു സമയത്ത് പുഷ്കാസ് അവാർഡ് ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ പുഷ്കാസ് അന്ന് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ഗോൾ മെസ്സി എന്തായാലും തൂക്കിയേനെന്നുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റി എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഏതായാലും കമന്റ് ചെയ്യുക. വീഡിയോസ് ഉപകാരപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.